എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിക്റ്റേഷൻ വരുന്നുണ്ടല്ലോ, അതായത് ഈ മാസവും ജൂണിലും ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. അത് 80 വേർഡ്സ് പെർ മിനിറ്റും ഉണ്ട്, അതുപോലെ തന്നെ 120 വേർഡ്സ് പെർ മിനിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എഴുതുമ്പോൾ 2-3 വേർഡ്സ് കൂട്ടി എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം അത് നിങ്ങൾക്ക് തിരിച്ച് വായിക്കാനും കൂടി കിട്ടണം, അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വവ്വൽസ് മാക്സിമം ഒഴിവാക്കുക. വേർഡ്സ് എഴുതുമ്പോൾ വവ്വൽസ് മാക്സിമം ഒഴിവാക്കിയിട്ട് എഴുതുക. അങ്ങനെ പറ്റാത്തവർക്ക് വവ്വൽസ് മാർക്ക് ചെയ്യാം. പക്ഷേ ഈ വവ്വൽസ് മാർക്ക് ചെയ്യുമ്പോൾ അത്രയും ടൈമാണ് നമുക്ക് പോകുന്നത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, KGTE മെയിൻ എക്സാമിന്, അതായത് OMR എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെയ്ഡ് കോഴ്സാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു റേറ്റ്, ഞാൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ജൂലൈ 22 വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം ആ ഒരു റേറ്റിന് കിട്ടില്ല. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 8/2014 അപ്പോൾ നമുക്ക് തുടങ്ങാം. സം പീപ്പിൾ ടോക്ക് റാദർ ലൂസ്ലി ആൻഡ് ഇഫ് ഐ മേ സോ റാദർ ഫൂളിഷ്ലി ഓഫ് ഇന്ത്യ ബിക്കമിങ് ദ leader of this or the leader of that or the leader of Asia. അത്രയും കാര്യങ്ങൾ നോക്കാം. സം പീപ്പിൾ ടോക്ക് റാദർ, അപ്പോഴാണ് ആറ് ഡബിൾ ചെയ്തു, ലൂസ്ലി ആൻഡ് ഇഫ് ഐ മേ സോ റാദർ ഫൂളിഷ്ലി ഓഫ് ഇന്ത്യ എന്നുള്ളത് അവിടെ താഴെ 2 ചെറിയ വരകൾ ഇട്ടിട്ടുണ്ട്. അത് ആ ഒരു വേർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ള സൂചനയ്ക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ബിക്കമിങ് ദ ലീഡർ ഓഫ് ദിസ് ഓർ ദ ലീഡർ ഓഫ് ദാറ്റ് ഓർ ദ ലീഡർ ഓഫ് ഏഷ്യ എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടതുകൊണ്ട് അവിടെ 2 ചെറിയ വരകൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം വരുന്ന സെൻറ്റൻസാണ്. സെൻറ്റൻസിൻ്റെ അവസാനം നമ്മൾ ഫുൾ സ്റ്റോപ്പിന് പകരം ഇൻഡു മാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ വെട്ടോ കുത്തോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു വലിയ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് തെറ്റാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും വേർഡായിട്ട് നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകും. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കാം. നൗ ഐ ഡു നോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ. അപ്പോൾ അവിടെ നോക്കുക, അടുത്ത സെൻറ്റൻസ് നൗ ഐ ഡു നോട്ട്. അപ്പോൾ അതിൽ ഐ കഴിഞ്ഞതിന് ശേഷം ഡി ഹാൽവ് ചെയ്തു, എൻ ഹുക്ക് ഇട്ടു. ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ എന്നുള്ളത് ടില്ല് എബോവ് ദ ലൈൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 2 വേർഡ്സിന് കൂടിയിട്ട് ഒറ്റ ഒരു ഔട്ട്ലൈനാണ്. ഇറ്റ് ഈസ് എ ബാഡ് അപ്രോച്ച് ദിസ് ബിസിനസ് ഓഫ് ലീഡർഷിപ്പ്. ഇറ്റ് ഈസ് എ ബാഡ് അപ്രോച്ച് ദിസ് ബിസിനസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് എഴുതിയിട്ടുള്ളത് ലീഡർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇഷ് അവിടെ ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് ഷിപ്പ് എന്നുള്ളതിന് പകരം അങ്ങനെ നമ്മൾ എഴുതുകയാണ്. അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ബട്ട് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ബിക്കോസ് ഓഫ് ദ വേരിയസ് ഫാക്ടേഴ്സ് ഐ ഹാവ് മെൻഷൻഡ് എ സർട്ടൻ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് കാസ്റ്റ് ഓൺ ഇന്ത്യ. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഏഷ്യ. അതിനുശേഷം നൗ അറ്റോള് വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് എ ബാഡ് ലീഡർഷിപ്പ് വരെ പറഞ്ഞു. ഇനി ബട്ട് അവിടെ ലീഡർഷിപ്പിന് ശേഷം ബട്ട് എന്ന് പറയുന്ന ഗ്രാമലോകമാണ്. ബട്ട് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ബിക്കോസ് ഓഫ് ദ വേരിയസ് ഫാക്ടേഴ്സ്. അവിടെ വേരിയസിനൊന്നും ഞാൻ ഒരു വവൽ സൗണ്ട് പോലും മാർക്ക് ചെയ്തിട്ടില്ല. അതെനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആവശ്യമുള്ള വവൽസ് മാർക്ക് ചെയ്യാം. വേരിയസ് ഫാക്ടേഴ്സ് ഐ ഹാവ് മെൻഷൻഡ് എന്ന് എഴുതിയിട്ടുള്ളത് നോക്കുക, MN ഇഷ് ഹാൽവ് എൻ ഹുക്ക്. അങ്ങനെയാണ് മെൻഷൻഡ് എന്നുള്ള ആ ഒരു വേർഡ് എഴുതിയിട്ടുള്ളത്. മെൻഷൻഡ് എ സർട്ടൻ സ്പെഷ്യൽ സർക്ലസ് P ആണ് വരുന്നത്.
റെസ്പോൺസിബിലിറ്റി അപ്വാർഡ് ആറ് സർക്ലസ് പി സർക്ലസ് ബി ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്വാർഡ് ആറ് സർക്ലസ് പി സർക്ലസ് എഴുതിയിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് വായിക്കാം. പക്ഷെ അത് എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ബി ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഈസ് കാസ്റ്റ് ഓൺ ഇന്ത്യ. അടുത്ത സെൻറ്റൻസ്, ഇന്ത്യ റിയലൈസസ് ഇറ്റ് ആൻഡ് അതർ കൺട്രീസ് റിയലൈസ് ഇറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇന്ത്യ റിയലൈസസ് അവിടെ സെസ് സർക്കിളാണ് വരുന്നത്. ഇറ്റ് ആൻഡ് അതർ കൺട്രീസ് റിയലൈസ് ഇറ്റ് ഓൾസോ എന്ന് എഴുതിയിട്ടുള്ളത് ഓൾ എന്നുള്ളത് ഗ്രാമലോഗാണ്. അതിനൂടെ ഒരു അപ്പാർഡ് എല്ലും സർക്കിളസ് അല്ല സ്ട്രോക്കസും ആണ് എഴുതിയിട്ടുള്ളത്. The responsibility is not necessarily for leadership but for taking the initiative sometimes and helping others to cooperate. അപ്പോൾ നോക്കാം, റെസ്പോൺസിബിലിറ്റി, the responsibility is not necessary. ഈസ് നോട്ട് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. നെസസറിലി അവിടെ ഒരു അപ്പാർഡ് എല്ലും കൂടി വരണമായിരുന്നു കേട്ടോ. നെസസറി എന്നാണ് അവിടെ ആ ഒരു വേർഡ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു അപ്പാർഡ് എല്ലും കൂടി ഇടണം. അത് ഞാൻ വിട്ടുപോയതാണ്. ഫോർ ലീഡർഷിപ്പ് ബട്ട് ഫോർ ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ് സംടൈംസ് എന്നുള്ളത് സർക്ലസ് എം സർക്ലസ് ആണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹെൽപ്പിംഗ് അവിടെ ടിക്കറ്റ്സ് ആണ് വരുന്നത്. ടിക്കറ്റ്സ് ഡാപ്പാർഡ് എല്ല് പി ഡോട്ടിങ് അതേഴ്സ് ടു കോഓപ്പറേറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അടുത്ത പാരഗ്രാഫ് നോക്കാം. അടുത്ത പാരഗ്രാഫ്, നൗ ഫോറിൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാരഗ്രാഫായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അത് പാരഗ്രാഫ് വൈസായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കും അത് പറയാൻ സിമ്പിളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നൗ ഫോറിൻ പോളിസി നോർമലി സംതിങ് വിച്ച് ഡെവലപ്സ് ഗ്രാജ്വലി. നൗ ഫോറിൻ പോളിസി ഈസ് നോർമലി സംതിങ് വിച്ച് ഡെവലപ്സ് ഗ്രാജ്വലി. അവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് ഗർ ഹാൽവ് ചെയ്ത് അപ്വാർഡല്ല. അവിടെ വ എന്നുള്ള സിമ്പിളും ആ ഒരു ഇതും പിന്നെ ഇ എന്നുള്ള ആ ഒരു വവ്വലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കാം. അപ്പാർട്ട് ഫ്രം സർട്ടൻ തിയററ്റിക്കൽ പ്രൊപ്പോസിഷൻസ് വി മേ ലേ ഡൗൺ ഇറ്റ് ഈസ് തിങ് വിച്ച് ഇറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് റിയൽ ഹാസ് സം റിലേഷൻ ആക്ച്വാലിറ്റി ആൻഡ് നോട്ട് മിയർലി ടു പ്യുവർ തിയറി. അത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ 6 ഹാൽവ് ചെയ്തിട്ടാണ് ടി എന്നുള്ള സൗണ്ട് വന്നിട്ടുള്ളത്. ഫ്രം സർട്ടൈൻ തിയററ്റിക്കൽ ഇത് 6 ഹാൽവ് കിള്ള്. തിയററ്റിക്കൽ പ്രപ്പോസിഷൻ വി മേ ലേ ഡൗൺ. അതിനുശേഷം ഇറ്റ് ഈസ് തിങ് which if it is real has some relation അതിന് ശേഷം ആക്ച്വാലിറ്റി ആണ്. ആക്ച്വാലിറ്റി എന്ന് എഴുതിയിട്ടുള്ളത് കെ ചെ പിന്നെ എൽ ഡിസ്റ്റോയിൻ്റ് ആയിട്ടാണ് ആക്ച്വാലിറ്റി എഴുതിയിട്ടുള്ളത്. ആൻഡ് നോട്ട് മിയർലി ടു പ്യുവർ തിയറി. Okay, therefore we cannot precisely lay down our general outlook or general approach but gradually it develops. Okay, അത് നോക്കാം. therefore we cannot എന്നുള്ളത് ഞാൻ വിയും കനോട്ടും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. കെ ഹാൽവ് ചെയ്ത് എൻ ഹുക്ക് ഇട്ടിട്ടുണ്ട്. പ്രിസൈസ്ലി അതിൽ പെർ സെസ് സർക്കിൾ എല്ലാണ്. സെസ് സർക്കിളിൻ്റെ അവിടെ ഉള്ളിൽ ഐ എന്നുള്ള ആ ഒരു ഡിഫ്തോങ് വരുന്നതാണ്. പ്രിസൈസ്ലി ലേ ഡൗൺ അവർ ജനറലിന് ജെയും എൻ ഹുക്കാണ് എഴുതിയിട്ടുള്ളത്. ജനറൽ ഔട്ട്ലുക്ക് ഓർ ജനറൽ അപ്രോച്ച് ബട്ട് ഗ്രാജ്വലി ഇറ്റ് ഡെവലപ്സ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. വി ആർ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി ഫെയർലി യങ് കൺട്രി പ്രസൻറ്റ് although we are a very ancient country and we have all the advantages and disadvantages of being
an ancient country. ഇതിലൊക്കെ ലോങ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വരുന്നത്. ഇതിലൊന്നും ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് വരുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. വി ആർ ആസ് എ ഇൻഡിപെൻഡൻറ്റ്. അവിടെ ഇൻഡിപെൻഡൻറ്റ് എന്നല്ലേ? വി ആർ ആസ് എ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ എൻ തിക്കൻ ചെയ്ത് ഹാൽവ് ചെയ്ത് പി എൻ ഹുക്ക്. കൺട്രി എ ഫെയർലി യങ് കൺട്രി അറ്റ് പ്രസൻറ്റ്. ഓൾദോ എന്നുള്ളത് ഓൾ എന്നുള്ള ആ ഒരു ഗ്രാമലോകം പിന്നെ ഇത്താണ് എഴുതിയിട്ടുള്ളത്. ഓൾദോ വി ആർ വെരി ആൻഷ്യൻറ്റ് കൺട്രി ആൻഡ് വി ഹാവ് ഓൾ ദ അഡ്വാൻറ്റേജസ് എന്ന് എഴുതിയിട്ടുള്ളത് ഡി വി ഹോക്ക് സർക്ലസ് ആണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബീയിങ് ആൻ ആൻഷ്യൻറ്റ് കൺട്രി. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നെവർട്ട്ലെസ് in the present context of foreign policy is gradually developing and there is no particular reason why we should rush in all over the place and so something that comes in the way of this gradual development. അത്രയും ലോങ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഒരു ഫുൾ സ്റ്റോപ്പ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നെവർട്ട്ലെസ് എന്ന് എഴുതിയിട്ടുള്ളത് എന്ന് പിന്നെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് വി ആണ് നെവർട്ട്ലെസ് എന്നുള്ള ആ ഒരു ഫോം വരുന്നത്. നെവർട്ട്ലെസ് ഇൻ ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് ഫോറിൻ പോളിസി. അവിടെ കോണ്ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോട്ടും ടിയും കെയും ടി ലൂപ്പാണ്. പോളിസി ഈസ് ഗ്രാജ്വലി ഡെവലപ്പിംഗ് ആൻഡ് ദർ ഈസ് നോ എന്നുള്ളത് ഒരുമിച്ച് എഴുതി. പെർട്ടിക്കുലർ പെർ ഹാൽവ് ചെയ്ത് പെർട്ടിക്കുലർ എന്ന് എഴുതി. റീസൺ വൈ വി ഷുഡ് റഷ് ഇൻ all over the place and so something that comes in the way of this gradual development. Okay, അടുത്ത പാരഗ്രാഫ് നോക്കാം. ലാസ്റ്റ് പാരഗ്രാഫാണ്, നോക്കാം. As I said, our general policy has been to try to cultivate friendly relations with all countries, but that is something which anyone can say. അത്രയും നോക്കാം. അപ്പോൾ ഇതവിടെ ആസ് ഐ സെഡ് അവർ ജനറൽ പോളിസി ഹാസ് ബീൻ എന്നുള്ളത് സർക്ലസ് ബി ഹെൻ ഹുക്കാണ്. ഹാസ് ബീൻ ടു ട്രൈ ടു കൾട്ടിവേറ്റ് ഫ്രണ്ട്ലി റിലേഷൻസ്. ഫ്രണ്ട്ലി എന്നുള്ളത് ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് എൽ ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. റിലേഷൻസ് വിത്ത് ഓൾ കൺട്രീസ് ബട്ട് സംതിങ് വിച്ച് എനിവൺ എന്നുള്ളത് എൻ വൺ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ക്യാൻ സേ, എനിവൺ ക്യാൻ സേ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് വെരി ഹെൽപ്ഫുൾ തോട്ട്. ഇറ്റ് ഈസ് നോട്ട് എന്നുള്ളത് ഒരുമിച്ച് എഴുതി. ഇറ്റ് ഈസ് നോട്ട് വെരി ഹെൽപ്ഫുൾ എന്നുള്ളത് ടിക്കച്ച് എൽ അപ്പോൾ എൽ പി ഫുള്ള് തോട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഔട്ട്സൈഡ് ഇഫ് ഐ മേ സോ ഓഫ് പൊളിറ്റിക്സ്. ഓക്കെ, അത് നോക്കാം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ്, ഓൾ എന്നുള്ളത് ഗ്രാമുലകാണ്, അതിൻ്റെ കൂടെ മോസ്റ്റ് കൂടി എഴുതി ചേർത്തു. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഔട്ട്സൈഡ് ഇഫ് ഐ മേ സോ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് പിള്ള് കെ സർക്ലസ് ആണ് എഴുതിയിട്ടുള്ളത്. പൊളിറ്റിക്സ്. ഇറ്റ് മേ ബി ജസ്റ്റ് എ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ മോറൽ അർജ്. അപ്പോൾ നോക്കാം. ഇറ്റ് മേ ബി ജസ്റ്റ് എ വെർബൽ ബി എല്ലാണ് സ്റ്റേറ്റ്മെൻറ്റ് എ വെർബൽ സ്റ്റേറ്റ്മെൻറ്റ് എ മോറൽ അർജ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാർഡ്ലി എ പൊളിറ്റിക്കൽ അർജ്. അത് നോക്കാം. ഇറ്റ് ഈസ് ഹാർഡ്ലി എന്ന് എഴുതിയിട്ടുള്ളത് ടിക്കച്ച് ആറ് തിക്കൻ ചെയ്ത് ഹാൽവ് ചെയ്ത് എൽ അപ്പാടല് ഇ എന്നുള്ള വൗവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹാർഡ്ലി എ പൊളിറ്റിക്കൽ പിള്ള് ഹാഫ് കള്ളാണ് എഴുതിയിട്ടുള്ളത് അർജ്. നെവർട്ട്ലെസ് സംതിങ് can be said for it even on the political plane. Okay, nevertheless n v
കട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. സംതിങ് സർക്ലസ് എം ഇങ് ക്യാൻ ബി സെഡ് ഫോർ ഇറ്റ് ഈവൻ ഓൺ ദ പൊളിറ്റിക്കൽ പ്ലെയിൻ. അവിടെ ഈവൻ എന്ന് എഴുതിയിട്ടുള്ളത് അവിടെ ഈ എന്നുള്ള വവ്വൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡ് ഈവൻ എന്ന് വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അടുത്തത് വി cannot perhaps be friendly always with every country. ഓക്കെ, അത് നോക്കാം. we cannot perhaps be friendly always with every country. The alternative is to become very friendly with some and hostile to other. അത് നോക്കാം. ദ ആൾട്ടർനേറ്റീവ് ഞാൻ ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് ഈസ് ടു ബിക്കം വെരി ഫ്രണ്ട്ലി വിത്ത് സം ആൻഡ് ഹോസ്റ്റൈൽ ടു അതേഴ്സ്. ഹോസ്റ്റൈൽ എന്ന് എഴുതിയിട്ടുള്ളത് അപ്വാർഡ് എച്ച് സർക്ലസ് TL. അടുത്ത സെൻറ്റൻസ്, that is the normal foreign policy of a country very friendly with close relations with some, with the consequence that you are hostile to others. അത്രയും കാര്യങ്ങൾ നോക്കാം. that is the അത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. നോർമലി ഫോറിൻ പോളിസി ഓഫ് എ കൺട്രി വെരി ഫ്രണ്ട്ലി വിത്ത് ക്ലോസ് റിലേഷൻസ് വിത്ത് സം വിത്ത് ദ കോൺസിക്വൻസ് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ണ്, പിന്നെ ക്വാ സർക്ലസ് കഴിഞ്ഞതിന് ശേഷം ക്വാ എന്ന സർക്കിള്, ദാറ്റ് യു ആർ ഹോസ്റ്റൈൽ ടു അതർ. നീ യു മേ ബി വെരി ഫ്രണ്ട്ലി ടു സം countries and you cannot just be equally friendly with all countries. Naturally you are friendlier with those with whom you have closer relations, but that great friendliness is good. If it merely reflects hostility to some other country, then it is something different. അത്രയും വലിയൊരു സെൻറ്റൻസ് ആണ് അതിന് ശേഷം വരുന്നത്. യു മേ ബി എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ മേ എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ഒരു വവ്വൽ ഇട്ടിട്ടുണ്ട്. വെരി ഫ്രണ്ട്ലി to some countries and you cannot just be equally ക്വാ എന്നുള്ള ആ ഒരു ഇതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവിടെ ഒരു എന്നുള്ള വവ്വൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ലി വിത്ത് ഓൾ കൺട്രീസ്. നാച്ചുറലി എന്ന് ഡബിൾ ചെയ്ത് ഡൗൺവാർഡ് എല്ലാണ് എഴുതിയിട്ടുള്ളത്. യു ആർ ഫ്രണ്ട്ലിയർ എന്ന് എഴുതിയിട്ടുള്ളത് ഫ്രണ്ട് എഴുതിയിട്ട് എല്ലും ആറും എഴുതിയിട്ടുണ്ട്. with those with whom you have closer എന്ന് എഴുതിയിട്ടത് സർക്ലസ് അപ്വാർഡ് 6 ക്ലോസർ റിലേഷൻസ്, ബട്ട് ദാറ്റ് ഗ്രേറ്റ് friendliness is good if it merely reflects എന്ന് എഴുതിയിട്ടുള്ളത് അപ്വാർഡ് 6 ഫുള്ള് K ഹാൽവ് സർക്ലസ്. പിന്നെ ഹോസ്റ്റിലിറ്റി എന്ന് എഴുതിയിട്ടുള്ളത് അപ്വാർഡ് H സർക്ലസ് TL ഡിസ്റ്റോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ടു സം അതർ കൺട്രി, ദെൻ ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ സിമ്പിളാണ് കാര്യം, പക്ഷെ അതെന്താ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പെട്ടെന്ന് ആ വേർഡ് കേൾക്കുമ്പോൾ ഔട്ട്ലൈൻ ഓർമ്മ വരില്ല. അപ്പോൾ ആ ടെൻഷനിൽ ചിലപ്പോൾ 2-3 വേർഡ്സൊക്കെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ടെൻഷൻ പാടില്ല. നമ്മൾ വിട്ടുപോയാൽ അത് പോട്ടേന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് എഴുതുക, കിട്ടുന്നത്രയും ശ്രമിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി എൻ്റെ അടുത്തുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനുള്ള ആ ഒരു മനസ്സ് തോന്നുള്ളൂ. ഇത് എഴുതിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.